പേര് എൽസമ്മ ജേസൺ. ഞാൻ എരുമേലിയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മോൻ അലൻ. ഞാൻ 2023 മെയ്യിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. പല പ്രാവശ്യം ഇതുവഴി വന്നിട്ടുണ്ടെങ്കിലും കൃപാസനത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും എനിക്ക് സാധിക്കാറില്ലായിരുന്നു. പോകാനായിട്ട് എല്ലാം തയ്യാറായി വന്നാലും തക്ക സമയമാകുമ്പോൾ ഏതെങ്കിലും കാരണത്തിൽ മുടങ്ങിപ്പോകാറായിരുന്നു പതിവ്. അപ്പം അങ്ങനെ ഇരിക്കെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, നീ കൃപാസനത്തിൽ പോകും, അവിടെ വന്നാൽ നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം. അപ്പോൾ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഒഴിയുമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. നിങ്ങൾ സ്വാഭാവികമായിട്ടും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ ഒരു ഭക്തിയാണ് ഞാൻ. യേശുവിനോടും പ്രാർത്ഥിക്കും, വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടതായ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ വളർന്നു വരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് പ്രാർത്ഥന എന്താണെന്നും യേശുവിനോടുള്ള എങ്ങനെ പ്രാർത്ഥിക്കണം എന്താണ് അതിന് കൂടുതൽ ആഴപ്പെട്ടത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമായിരുന്നു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൂടുതൽ ആഴപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഉടമ്പടി എടുത്തു തിരിച്ചു പോയി കഴിഞ്ഞ് അത് ആദ്യമായിട്ട് ഒരു മാതാവിൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടിയതെന്ന് പറയാൻ, ഞാനും എൻ്റെ മൂത്ത മോനും കൂടെ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങളുടെ ബൈക്ക് പെട്ടെന്ന് മുന്നിൽ പോയ ഒരു വാഹനത്തിന് ചെന്നിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും റോഡിലേക്ക് തെറിച്ചു വീണു. ബൈക്ക് ഒരു സൈഡിലേക്ക് പോയി. അപ്പോൾ പെട്ടെന്ന് സൈഡിൽ കൂടെ ഒരു ബസ് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം റോഡിൻ്റെ സെൻറ്ററിലായിട്ടായിരുന്നു ഞങ്ങൾ കിടന്നത്. ആ ബസ് വന്ന ആ സമയം പെട്ടെന്ന് മാതാവേ എന്നൊന്ന് വിളിക്കാനുള്ള സമയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബസ് വന്ന് സൈഡിൽ കൂടെ പോയി. എന്തൊക്കെയോ സംഭവിച്ചു എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ആരൊക്കെയോ പെട്ടെന്ന് ഞങ്ങളെ പെട്ടെന്ന് എടുത്ത് അടുത്തുള്ളൊരു വീട്ടിലേക്ക് ആക്കുകയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ നോക്കിയപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് വലിയ പരിക്കുകളൊന്നുമില്ല, ഒരിടത്തും രക്തം പൊടിഞ്ഞിട്ടില്ല എന്നൊക്കെ മനസ്സിലായി. എനിക്ക് ചെറുതായ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു, മോനൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ വീട്ടിലെ ചേച്ചി പെട്ടെന്ന് മാതാവിൻ്റെ തൈലം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ നെറ്റിയിൽ പുരട്ടി, മോൻ്റെയും നെറ്റിയിൽ പുരട്ടിയ ശേഷം ഒരു കാശുരൂപ എടുത്ത് ഞങ്ങളെ മുതിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയിരുന്നു, ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞങ്ങൾക്കും ഇതൊക്കെ കിട്ടിയിരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. ഈ ഉടമ്പടി വസ്തുക്കൾ കാശുരൂപ ഒന്നും ഞാൻ കൈ കരുതിയിരുന്നില്ലായിരുന്നു. ഇതായി പറഞ്ഞാൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നോ ഉടമ്പടി വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാതെ ആയിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയത്. എങ്കിലും മാതാവ് ആ അപകടമുണ്ടായ സമയത്ത് നമ്മളെ രക്ഷിച്ചു. അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ അനുഭവം. പിന്നീട് എനിക്ക് ഉണ്ടായ സാക്ഷ്യം പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേഴ്സിങ് ഫിസിയോതെറാപ്പി ഒക്കെ പാസ്സായ ആളാണ്. പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ SSLC ബുക്കടക്കം എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം എനിക്ക് നഷ്ടമായി പോയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ടാമതൊരു ജോലി കിട്ടുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നതും ഇതിനെക്കുറിച്ച്. അപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായ സ്ഥിതിക്ക് ഞാൻ ഇനിയും ജോലിക്ക് പോകാനായിട്ട് ശ്രമിച്ചാലോ അതൊട്ടും നടക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മേ നമ്മളേക്കാൾ ഉടമ്പടി എടുത്തതല്ലേ, നമുക്ക് പ്രാർത്ഥിച്ച അമ്മയ്ക്ക് ഏകദേശം ഒരു അറിവ് വെച്ച് ആ സ്ഥലത്തൂടെ എല്ലാം നമുക്കൊന്ന് തപ്പാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവളോട് ചോദിച്ചാൽ ഏകദേശം ഒരറിവ് കിട്ടും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ കൂട്ടുകാരി കുറച്ച് കാലം വിവരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അറിഞ്ഞു ആ കൂട്ടുകാരിക്ക് ക്യാൻസറാണ്, അവൾ അവിടെങ്ങും ഇല്ല എന്നുള്ള ഒരു അറിവ് കിട്ടി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. അങ്ങനെ 18 വർഷമാണ് എൻ്റെ മുന്നിൽ മിസ്സായത്. സർട്ടിഫിക്കറ്റ് പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എനിക്ക് SSLC ബുക്ക് അടക്കമുള്ളതാണ്, മുന്നോട്ടുള്ള ഒരു ഭാവിക്കും എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ എൻ്റെ മോൻ കുഞ്ഞായിരുന്ന സമയത്ത്, മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു സീപ്പറെ പരിചയപ്പെട്ട സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ആ സീപ്പർ എൻ്റെ ഈ കൂട്ടുകാരിയെക്കുറിച്ച് ഒരിക്കൽ എന്നോട് പറയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജോലിയിലുണ്ടായിരുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ സീപ്പറെക്കുറിച്ച് ഓർമ്മ വന്നു, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ. പക്ഷെ അന്ന് മുതൽ ഞങ്ങൾ ഈ സീപ്പറെ അന്വേഷിച്ച് നടപ്പായി.
ഉള്ള അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഞാൻ പോയി ഇങ്ങനെ ഒരാളുണ്ടോ, ഷീല എന്നാണ് ആ ചേച്ചിയുടെ പേര്. അപ്പോൾ ഈ ഷീല എന്ന പേരിൽ ഒരാളുണ്ടോ എന്ന് അന്വേഷിച്ച് പോയി. ഒരു ഹോസ്പിറ്റലിലും അവരെ കണ്ടെത്താനായില്ല. അങ്ങനെ അത് പോയി 18 വർഷങ്ങൾക്ക് ശേഷം ഉടമ്പടി എടുത്തതിൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞിട്ട് അന്ന് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടണമെന്ന്. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. എങ്ങനെയെങ്കിലും ആ ചേച്ചിയെ ഒന്ന് കണ്ടു കിട്ടിയാൽ എനിക്കിത് കിട്ടും. പക്ഷേ ആ ചേച്ചി എവിടെ പോയി തപ്പും? വർഷം 18 കഴിഞ്ഞില്ലേ, എവിടെ പോയി തപ്പാനാ? അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ആദ്യമേ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ മുന്നിലായിട്ടൊരു ഓട്ടോ ഓവർടേക്ക് ചെയ്തു പോയി. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ഓവർടേക്ക് ചെയ്ത് പോയി. പെട്ടെന്ന് ഞങ്ങൾ ബൈക്ക് നിർത്തിയപ്പോൾ ഉണ്ട് ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് ആ ചേച്ചിയായിരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന ശേഷം ആ ചേച്ചിയെ വീണ്ടും പെട്ടെന്ന് അന്നേരം കണ്ടുമുട്ടുമായിരുന്നു. മാതാവ് എൻ്റെ മുന്നിൽ ആ ചേച്ചിയെ കൊണ്ടുവന്ന് തരികയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളും ഇറങ്ങി, ആ ചേച്ചിയും ഇറങ്ങി. ചേച്ചിക്ക് നല്ല പരിചയമുള്ളതാണ്. ഞങ്ങൾ കുറേ നേരം കെട്ടിപ്പിടിച്ച് വഴിയരിയിൽ നിന്നു. കാരണം അത്രയ്ക്ക് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ നന്നായിട്ട് കരഞ്ഞു. ആ ചേച്ചി അതിന് ശേഷം അവിടുന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ തിരിച്ചു പോരുമ്പം എനിക്ക് എൻ്റെ ആ കൂട്ടുകാരിയുടെ നമ്പർ തന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആ നമ്പറിൽ വിളിക്കാൻ എനിക്ക് പേടിയായിരുന്നു. വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ച് ഒരറിവുമില്ല എന്നാണ് അവൾ പറയുന്നതെങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റുമോ? അങ്ങനെ ഓർത്ത് ഞാൻ വിളിക്കാതിരുന്നു. അവസാനം ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു. ബൈബിൾ വായിച്ച ശേഷം ഞാൻ ആ കൂട്ടുകാരിയെ വിളിച്ചപ്പം പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം എൻ്റെ അടുത്ത് ഭദ്രമായിട്ടിരിപ്പുണ്ട്. നീ സ്ഥാപനത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞു. തിരിച്ച് സ്ഥാപനം വേറൊരു ട്രസ്റ്റ് ഏറ്റെടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പഴയ ആൾക്കാരും പഴയ സർട്ടിഫിക്കറ്റുകളും എല്ലാം അവരൊഴിവാക്കി പുതിയ സ്റ്റാഫിനെ എല്ലാമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കുറേ പേരുടെ സർട്ടിഫിക്കറ്റുകളും എല്ലാം കുറേ പേർക്ക് മിസ്സായിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അങ്ങനെയാണ്. പക്ഷേ നിൻ്റേത് സർട്ടിഫിക്കറ്റുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നവൾ പറഞ്ഞു. പിന്നെ ഞാനും മോനും കൂടെ പോയി ആ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി കൊണ്ടുവന്നു. ഞാൻ എന്നാണേലും സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഒരു ജോലിയിൽ പ്രവേശിച്ചു. ഇന്ന് ഞാൻ ആ ജോലി ചെയ്യുന്നുണ്ട്. മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു പോയ ആ സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ചു തന്ന് ഇന്ന് ഞാൻ ജോലിയിൽ തുടരുന്നു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഇടയിലായിട്ടുള്ള കാര്യമാണ്. ഇത് എൻ്റെ മോന് അലൻ. ഇവന് +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പം ഈ ജോലി എനിക്ക് കിട്ടുന്നതിന് മുന്നേ ആണത്. ആ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയേറെ നന്നായിട്ട് ബസ് കൂലി കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസരത്തിലായിരുന്നു. ഇവനാണെങ്കിൽ സാമാന്യം നല്ല ഉഴപ്പുണ്ടായിരുന്നു. ഉഴപ്പെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പോകാൻ കൂട്ടാക്കാതിരിക്കുക, പഠിക്കാതിരിക്കുക, രാവിലെ എണീക്കാതിരിക്കുക, അങ്ങനെയുള്ള സർവ്വ ഗുരുത്തക്കേടുകളും കയ്യിലുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഒരു ദിവസം പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ബസ് ഫെയർ കൊടുക്കാനായിട്ട് പൈസ ഇല്ല വന്നപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ഒരു കുട്ടിയോട് ഞാൻ ചില്ലറ പൈസ അവൻ കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പൈസ വാങ്ങിയിട്ടാണ് ഞാൻ ഇവന് ബസ് ഫെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസയുമായിട്ട് ഇവൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടില്ല. അവൻ ആ പൈസ എടുക്കാതെ അവൻ അവിടെ വെച്ചിട്ട് അവൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ സങ്കടം തോന്നി. ഞാനന്ന് മാതാവിൻ്റെ മുന്നിൽ, അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ സമയത്താണ്, മാതാവിൻ്റെ മുന്നിലിരുന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. ഒത്തിരി എനിക്ക് സങ്കടം സഹിക്കാനാവാതെ വന്നു. അങ്ങനെ ഒരുപാട് കരഞ്ഞ ശേഷം ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ഒരു 100 രൂപ വാങ്ങി ഞാൻ എപ്പോഴും പോകാറുള്ള, സങ്കടം വരുമ്പോൾ ഓടിപ്പോകാറുള്ള മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി, പഴയ പള്ളി, അക്കരപ്പള്ളി എന്ന് ഞങ്ങൾ പറയും. ആ പള്ളിയുണ്ട്. അവിടെ പോയി മാതാവിനോട് ഒത്തിരി സങ്കടം പറഞ്ഞിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്കിവനെ +2 മൊത്തം ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ, അവന് വണ്ടിക്കൂലി കൊടുക്കാനുള്ള പൈസ മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. അതിനുള്ള ഒരു വരുമാനം എനിക്ക് സംഘടിപ്പിച്ച് തരണം. അതിനുള്ള ഒരു വരുമാനത്തിനുള്ള എന്ത് ജോലി ആയാലും വേണ്ടുകയില്ല. അപ്പോൾ എനിക്ക് മറ്റേ ആദ്യം പറഞ്ഞ ജോലി കിട്ടുന്നതിന് മുന്നേ ആയിരുന്നു. എന്ത് ജോലി ആയാലും വേണ്ടുകയില്ല, എനിക്കത് സാറിനൊന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച്, സാധാരണ എന്ന് ഞങ്ങൾ ഈ പള്ളിയിൽ വന്നിട്ട് പോകാറുള്ള ഒരു ബസ്സുണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ എനിക്ക് ആ ബസ് മിസ്സായിപ്പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്ന് അടുത്ത ബസ്, പിന്നെ 2 ബസ് പിടിക്കണം. അടുത്ത ബസ്സിന് കയറി സ്റ്റാൻഡിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു പഴയൊരു കൂട്ടുകാരിയെ കണ്ടു. ആ കൂട്ടുകാരി ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ചേച്ചി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ചേച്ചി എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം വർക്കൊന്നുമില്ല, എന്ത് വർക്ക് കിട്ടിയാലും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. എങ്കിൽ ചേച്ചി എൻ്റെ ക്ലിനിക്കിലേക്ക് പോരുന്നോ എന്ന് ചോദിച്ചു. ആ നിമിഷം ഞാൻ മാതാവിൻ്റെ മറ്റൊരു മുഖം കാണുമായിരുന്നു അവിടെ. രാവിലെ മാതാവിനോട് അത്രമേൽ സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞു ചോദിച്ചു, എനിക്ക് വണ്ടിക്കൂലി കൊടുക്കാനുള്ള പൈസയ്ക്കുള്ള വരുമാനം മാത്രം കിട്ടിയാൽ മതി. വൈകുന്നേരം മണിക്കൂറുകൾ കഴിയുന്നതിന് മുന്നേ മാതാവ് എനിക്ക് അതിനുടൻ പരിഹാരം ഉണ്ടാക്കി തന്നു. പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോഴത്തേനും ക്ലിനിക്കിലേക്ക് വരാൻ പറഞ്ഞു.
പക്ഷേ പിറ്റേ ദിവസം പോകാൻ എനിക്ക് ഭയങ്കര പേടി. കാരണം എനിക്ക് ആയുർവേദത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. നേഴ്സിംഗ് അറിയാം, പക്ഷേ എങ്കിലും ആയുർവേദം അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഫാർമസി നിൽക്കുമ്പോൾ മരുന്നെടുത്ത് കൊടുക്കാനൊക്കെ എങ്ങനെ സാധിക്കും? പക്ഷേ ഇത് എന്താ ചെയ്യുക, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എന്ത് ചെയ്യും എന്ന് ഞാൻ പേടിച്ചു പോയി. അവിടെ ക്ലിനിക്കിന് അടുത്ത് എത്താറായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറി. എന്നോടൊന്നും ചോദിച്ചില്ല. എന്നോട് ചോദിച്ചു എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളതെന്ന് ചോദിച്ചു. നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടല്ലേ, എന്നാൽ പിന്നെ ഇവിടെ നിൽക്കാൻ എളുപ്പമുണ്ടല്ലോ, അത്രയും മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. ഞാൻ അന്ന് മുതൽ ആ സ്ഥാപനത്തിൽ ജോലിക്കായിട്ട് കയറി. അന്ന് തന്നെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ ഒരു ചീട്ട് കൊണ്ടുവന്ന് തരികയായിരുന്നു. ചീട്ട് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ അതൊന്ന് നോക്കിയിട്ട് ആകെപ്പാടെ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുക. എനിക്കൊന്നും അറിയില്ല, മരുന്ന് എവിടെ ഇരിക്കുന്നെന്നോ ഇതെന്താണെന്നോ ശരിക്കും വായിക്കാൻ പോലും കിട്ടുന്നില്ല. സംസ്കൃതമാണത്. ഇംഗ്ലീഷിൽ സംസ്കൃതം അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. നാവിന് വഴങ്ങുന്നില്ല വായിക്കാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഒരു തരത്തിൽ വായിച്ചെടുത്തിട്ട് മരുന്ന് നോക്കിയപ്പം എനിക്ക് കിട്ടുന്നില്ല. അത് ഇവിടുത്തെ ആദ്യത്തെ റാക്കിൽ നോക്കി, രണ്ടാമത്തെ റാക്കിൽ നോക്കി, അങ്ങനെ കൈ തട്ടി ഇങ്ങനെ റാക്ക് വഴി തപ്പിപ്പോകുന്ന അവസരത്തിൽ എൻ്റെ കൈ തട്ടി ഒരു ബോക്സ് താഴെ വീണു. ഞാൻ ആ ബോക്സ് മൈൻഡ് ചെയ്യാതെ അടുത്ത റാക്കിൽ പോയി. അവിടെ ചെന്നിട്ടും എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് വേറൊരു മരുന്നിരിക്കുന്ന സ്ഥലമുണ്ട്, സ്റ്റോക്ക് ഇരിക്കുന്ന സ്ഥലം, അവിടെയും കൂടെ നോക്കാമെന്ന് കൊണ്ട് വെച്ചപ്പോൾ ഈ താഴെ പോയ മരുന്ന് എടുത്തു വെച്ചിട്ട് പോകാമെന്ന് കരുതി താഴെ പോയ ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ ഈ വന്ന് നിൽക്കുന്ന പേഷ്യൻറ്റിന് കൊടുക്കാനുള്ള മരുന്നായിരുന്നു അത്. അങ്ങനെ അമ്മ മാതാവ് ആദ്യമേ എന്നെ ആ വലിയ നാണക്കേടിൽ നിന്നും രക്ഷിച്ചു. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഭയങ്കര ധൈര്യമായി. പിന്നെ ഒരു വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. ഒരൊറ്റ മരുന്നും എനിക്ക് മിസ്സായിട്ടില്ല. ചീട്ട് കിട്ടുമ്പം തന്നെ എനിക്ക് കൊടുക്കാം. കാരണം ആദ്യത്തെ മരുന്ന് കൊടുത്തത് മാതാവാണ്. അതെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ പ്ലസ് ടുവിൻ്റെ ഒരു വർഷക്കാലം കഴിഞ്ഞു. പ്ലസ് ടുവിൻ്റെ അത്യാവശ്യ ഉഴപ്പുകൾ വീണ്ടും തുടങ്ങി. ഞങ്ങൾ പള്ളിയിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെയൊക്കെ ഞാൻ ബലം പിടിച്ചായിരുന്നു ഞാനിവിടെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. 2 തവണ ഞാൻ അങ്ങനെ ബലമായിട്ട് ഞാനിവനെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ പ്രാർത്ഥന ഞാൻ നന്നായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 3 വിഷയത്തിന് ഫെയിലായി. എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നത്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി, 90 മേൽ മാർക്ക് വാങ്ങി ജയിച്ച കുട്ടിയാണ്. അപ്പോൾ അവൻ ഫെയിലാകേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഉഴപ്പും കൊണ്ട് അത് ഫെയിലായി. എനിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം സങ്കടമായിരുന്നു. ഓരോ തവണയും ഞാൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഞാൻ സങ്കടപ്പെടും. എങ്കിലും മാതാവേ ഇത് വേണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ പറയും, മാതാവേ എന്തിനാണ് ഇത്രയും ഒക്കെ ചെയ്തിട്ടും എന്തിനാണ് ഇക്കാര്യത്തിൽ എനിക്ക് ഇങ്ങനെയൊരു ഇത് വന്നതെന്ന് ഞാൻ മാതാവിനോട് സങ്കടം പറയും. ആ സങ്കടം പറയുന്ന അവസരത്തിലെല്ലാം മാതാവിൻ്റെ മുഖത്തൊരു ചെറു പുഞ്ചിരിയാണ് ഞാൻ കാണുന്നത്. അത് കാണുമ്പോൾ ഞാൻ വീണ്ടും ഓർക്കും, മാതാവ് എന്താ ഇങ്ങനെ, ഞാൻ ഇത്രയും സീരിയസ് ആയ കാര്യം പറയുമ്പോൾ മാതാവ് ഇത്രയും നിസ്സാരമായിട്ട് അതിനെ തള്ളി എന്നെ നോക്കുന്നത് എന്താ അങ്ങനെ. അപ്പം 2ാമത് സപ്ലി എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവൻ സമ്മതിക്കില്ല. ഇവൻ പറഞ്ഞു ഞാൻ 1 വർഷം കൂടെ, അടുത്ത വർഷം എഴുതുന്നുള്ളൂ. അപ്പോൾ 1 വർഷം കളയുന്ന കാര്യം ചിന്തിക്കാൻ വയ്യ. അവസാനം ഞാൻ മാതാവിനോട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, അവൻ്റെ മനസ്സ് മാറ്റി കൊടുക്കണമെന്ന്. അങ്ങനെ സപ്ലിയുടെ അപേക്ഷ വെപ്പിച്ചു എന്തായാലും. പക്ഷേ പഠിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. അങ്ങനെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഞാൻ സപ്ലി എഴുതാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അവനെയും കൂട്ടി ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് തിരിച്ചു പോയ ആ സമയം അവൻ പറഞ്ഞു, അമ്മേ ഞാൻ സപ്ലി എഴുതാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് പിന്നെ 2 വർഷം പഠിച്ചിട്ട് പാസ്സാകാത്ത അവൻ വെറും 19 ദിവസം കൊണ്ട് അവൻ പഠിച്ച് 3 വിഷയത്തിനും 3 വിഷയത്തിനും നല്ല മാർക്ക് വാങ്ങി പാസ്സായി. ഇപ്പോൾ നേഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ട് പഠനം തുടരുകയാണ്. അത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ മാതാവ് അതുപോലെ തന്നെ എനിക്ക് ഇതിനിടയ്ക്ക് ഒരു വലിയൊരു അസുഖം ഉണ്ടായി. പെട്ടെന്ന് നിന്ന നിപ്പിൽ എനിക്ക് മുഖമെല്ലാം ഒരു വശത്തേക്ക് കൂടിപ്പോയി, കൈക്ക് അനക്കാൻ വയ്യാണ്ടായി. ഏകദേശം ഒരു പാരലൈസ്ഡിൻ്റെ ഒരു ഭാഗത്തെത്തിയ ഒരു കണ്ടീഷനായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ MRI എടുക്കണമെന്ന് പറഞ്ഞു. ആകെപ്പാടെ പേടിച്ചു പോയി. എന്താ ചെയ്യുക, എങ്ങനെയാ ഇത് പാരലൈസ്ഡ് സ്ട്രോക്കാണോ എന്നുള്ള, മുഖമൊക്കെ ഒരു വശത്തേക്ക് പോയി, കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉള്ള ഇത് MRIക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായ ശ്വാസമുട്ടലുണ്ടായി. MRI പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സിസ്റ്റർമാരോട് ഞാൻ പറഞ്ഞു,
എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്, എനിക്കത് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ MRIക്ക് കയറ്റുന്ന സമയത്ത് യാതൊരു സാധനങ്ങളും പാടില്ല എന്നും പറഞ്ഞ് എൻ്റെ കഴുത്തിൽ നിന്ന് കൊന്ത അതുപോലെ മാല അതെല്ലാം ഊരിച്ചിരുന്നു. അപ്പോൾ അതിലുള്ള കാശ് രൂപ അവർ തരാൻ തയ്യാറായില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളതൊന്ന് തന്നേരെ, എൻ്റെ ഈ ബെഡ് ഇതിൻ്റെ അടുത്തൊന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ അതിലൊരു സിസ്റ്റർ പറഞ്ഞു, ചേച്ചി എടുത്തോ എന്നും പറഞ്ഞിട്ട് ആ കാശ് രൂപ എനിക്ക് തന്നു. ആ കാശ് രൂപ എടുത്ത് തന്നു. ഞാനത് എൻ്റെ അടുത്ത് തന്നെ വെച്ചു. പിന്നീട് ആ MRI എടുത്ത സമയത്തൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്ക് ശ്വാസം മുട്ടലും വന്നില്ല. MRI എടുത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഫേസൽ പാൾസി എന്ന് പറയുന്ന അസുഖമാണ് എനിക്കുണ്ടായത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ മാതാവ് വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് മാതാവ് അത്ഭുതങ്ങളുമായിട്ട് ഒരുപാട് അത്ഭുതങ്ങളുമായിട്ട് മാതാവ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പല പ്രാവശ്യവും മാതാവിൻ്റെ സ്മെല്ല് വരുന്ന മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പല സമയത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തും എല്ലാം. ഇപ്പം എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരെക്കാട്ടിലും മുന്നിലായിട്ട് കൃപാസനത്തിൽ വരാനും കൃത്യമായിട്ടെല്ലാം ഓർത്തെടുത്ത് ഇന്ന ഡേറ്റിലാണെന്നും പറഞ്ഞ് വരാനായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ എൻ്റെ മോനാണ്. അന്ന് മുതൽ മോനിപ്പം നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് എൻ്റെ ജീവിതത്തിലുടനീളം പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഉടമ്പടി പുതുക്കുമ്പം ഒരിക്കൽ പോലും ഞാൻ നിയോഗങ്ങളൊന്നും ഇപ്പോൾ എഴുതാറില്ല അങ്ങനെ. കാരണം യേശുവും മാതാവും എപ്പോഴും എൻ്റെ കൂടെ വേണം, എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. യേശു എൻ്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാ എൻ്റെ കാര്യങ്ങൾ പ്രത്യേകം എഴുതി വെക്കുന്നത്? ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്നും എടുത്ത് കളയരുതേ എന്ന് മാത്രമാണ്. ഈ 6 നിയോഗങ്ങളിലും കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടണം എന്നുള്ളത് മാത്രമാണ് ലാസ്റ്റ് എനിക്ക് വരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ, പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാൻ പോകും. ഞങ്ങൾ രണ്ടുപേരും കൂടെ പത്രം കൊടുക്കാൻ പോകാറുണ്ട്. പത്രം കൊടുത്ത് ബൈക്കിൽ പോയി ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും പിന്നെ നടന്നു പോയും ഒക്കെ പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞാണ് കൊടുക്കുന്നത്. മാതാവിനെ, കൃപാസനം പള്ളി മാതാവിൻ്റെ അത്ഭുതങ്ങളും മാതാവ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കാറ്. ചിലർ വാങ്ങാറില്ല, ചിലർ വാങ്ങും. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം പത്രം ഇങ്ങനെ അലക്ഷ്യമായിട്ടിട്ടിരിക്കുന്ന കാണുമ്പോൾ ഞാൻ അതും എടുത്തുകൊണ്ട് പോരാറുണ്ട്. അതും എടുത്തുകൊണ്ട് വന്ന് വേറെടുത്ത് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി അവർക്ക് ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിൻ്റെ മുറ്റം അടിച്ചു കൊടുക്കുകയും അമ്മമാരെ പരിചരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഫുഡ് അവർക്ക് ആവശ്യമായ നമുക്കുള്ളതുപോലെ ഉള്ളതിൻ്റെ ഒരു ഓഹരി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ വണ്ടിക്കൂലി ഇല്ലാതെ പഠിക്കാനായിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന പിള്ളേരെ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് ഞാൻ അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആ ഒരു വക്കിൽ നിന്നാണ് മാതാവ് കരകയറ്റിയത്. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള പിള്ളേരെ തെരഞ്ഞു പിടിച്ച് ഞാൻ അവരെ സഹായിക്കാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന ചെല്ലുന്ന, ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലുന്ന ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും. അപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാൻ വരുന്നതിനും അതിന് എല്ലാവരും സപ്പോർട്ട് സഹായവും ആയിട്ട് നിന്ന് എല്ലാവരും കൂടെ കൂടിയാണ് അതിന് അവസരം ഒരുക്കി തരുന്നതും. ഞങ്ങൾ ഒരേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ തന്നെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എന്നും ഞങ്ങൾ ഇതുപോലെ തന്നെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഒപ്പം ഞങ്ങളും കൂടെ ഉണ്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തും. 18-ാം സങ്കീർത്തനം 35-ാം തിരുവചനം. എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എൽസമ്മ എന്ന ഈ സഹോദരി മകനോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ ഉടമ്പടി വളരെ നിസ്സാരമായിട്ടാണ് ഈ അമ്മ കരുതിയിരുന്നത്. കാരണം ഉടമ്പടി കാശുരൂപത്തിൻ്റെയോ നേർച്ച വസ്തുക്കളുടെയോ ഉപയോഗം കൃത്യമായി അറിയാതെ എന്തുകൊണ്ടോ അവിടെ ആദ്യമായി നാം കേൾക്കുന്ന ഉടമ്പടി ക്ലാസ് പലരും സീരിയസ് അല്ല എന്ന് മറ്റുള്ള ധ്യാനങ്ങൾ കേൾക്കുന്നത് പോലെ ഇരുന്ന് കേൾക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങളുടെ എല്ലാം സീരിയസ്നെസ് മനസ്സിലാകാതെ പോയതുകൊണ്ടാണ് ആദ്യത്തെ ഇൻസെൻറ്റീവ് ഗിഫ്റ്റ് അമ്മയ്ക്ക് കിട്ടിയത്, എൽസമ്മയ്ക്ക് കിട്ടിയത്. ഒരു ആക്സിഡൻറ്റിൽ കാശുരൂപം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന സഞ്ചാരി മാതാവാണെന്നുള്ള വലിയ ഇൻസെൻറ്റീവ് ഗിഫ്റ്റ്, ഒരു അനുഗ്രഹം അമ്മയ്ക്ക് കിട്ടിയതായി ഇവിടെ ഏറ്റുപറയുകയാണ്. നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു അപകടം അതാണ്. അവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ഇവിടെ എന്താണെന്ന് ചിലർ ആദ്യമായി ഉടമ്പടി എടുത്ത് ഉഴപ്പുന്നവരെല്ലാം പറയും, അവിടെ എനിക്ക് പോയിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷേ അമ്മയെ തിരിച്ചു പിടിച്ച ഒരു വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണിത്.
അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ കൂടെ നടന്ന ഒരു വലിയ അനുഭവം അവർക്കുണ്ടായി. 18 വർഷമായിട്ട് അവരുടെ നഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കയ്യിലെത്തിച്ചു കൊടുത്തതിൻ്റെ ആ ഒരു എപ്പിസോഡ് നമ്മൾ കേൾക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ സമയച്ചുരുക്കത്തിലാണ് ഉടമ്പടി എടുത്ത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ നോട്ട് ബൈ മെറിറ്റ് ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഈശോയുടെ കൃപയാലാണ്, ഈശോ തന്നെയാണ് അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്ന് അമ്മ ഏറ്റു പറയുന്നു. അതിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ വലിയ സങ്കടം, മകന് സ്കൂളിൽ പോകാൻ ഒരു വണ്ടിക്കൂലി കൊടുക്കാൻ പൈസയില്ലാതിരുന്ന അവസരത്തിൽ എനിക്കൊരു ജോലി തരണമേ, ഒരു ചെറിയ ജോലി തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞപ്പോൾ ആ ഒരു പ്രൊഫഷൻ തന്നെ അമ്മ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുത്ത ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ് അമ്മ പറഞ്ഞത്. വീണ്ടും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോകാനായി അമ്മയ്ക്ക്. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ, ആയുർവേദ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ മരുന്നാണ് നിനക്ക് കൊടുക്കേണ്ടതെന്ന് അമ്മ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ അനുഭവമാണ് ഇന്ന് എൽസമ്മയ്ക്ക് ഈ സാക്ഷ്യത്തിലൂടെ ഏറ്റു പറയാനുള്ളത്. മാതാവിൻ്റെ ഓരോ പുഞ്ചിരിയിലും നീ എന്തർത്ഥമാക്കുന്നു എന്ന് മനസ്സിലാകാതിരുന്നപ്പോൾ അടുത്ത നിമിഷം തന്നെ അമ്മയുടെ പുഞ്ചിരി എന്തായിരുന്നു? മകൻ്റെ ആ സപ്ലിമെൻ്ററി തോറ്റുപോയി, ഇനി അവന് ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല, അവൻ ജയിക്കില്ലല്ലോ, മകനെക്കുറിച്ചുള്ള വലിയ സങ്കടത്തിലിരുന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലായത്. 19 ദിവസം കൊണ്ട് 3 പരീക്ഷയും ഒരുമിച്ച് എഴുതി പാസ്സാകാനുള്ള, സപ്ലിമെൻ്ററി എഴുതിയെടുക്കാനുള്ള അമ്മയ്ക്ക് മകന് അതിനുള്ള അനുഗ്രഹം നൽകി. അത് അമ്മയുടെ കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് അമ്മയോട് ഏറ്റുപറയുകയാണ്. കാശുരൂപത്തിൻ്റെ ശക്തി അമ്മ വീണ്ടും പറയുന്നത് സ്കാനിങ്ങിന് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. കാശുരൂപം നമുക്കറിയാം, അമ്മ തന്നെയാണ് നമ്മോടുകൂടെ നടക്കുന്നത്. ഉടമ്പടിയിൽ ദൈവസ്നേഹവും ദൈവാശ്രയവും വളരും, പക്ഷേ ആശങ്കയും നിരാശയും കൂടെ നിൽക്കും എന്ന് നമുക്കറിയാം. കാരണം സ്നേഹം സർവ്വതും അതിജീവിക്കുന്നു. ഇതൊരു ഒക്കേഷണൽ റിലേഷനല്ല ഒട്ടും തന്നെ. കാരണം ഇത് ഈ ഉടമ്പടി ജീവിതം, ഇന്നത്തെ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഇനി അടുത്ത ആവശ്യത്തിന് മാത്രം പ്രാർത്ഥിക്കുന്നതല്ല, അതൊരു നിത്യതയിലേക്ക് നടന്നെടുക്കാനുള്ള ഓരോ സ്റ്റെപ്പാണെന്ന് ഇവർക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. ദൈവത്തിൻ്റെ ആ വാക്കിൻ്റെ മുന്നിലും പിന്നിലും നമ്മോട് പിരിയാത്തൊരു ഹൃദയമുണ്ടെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സമയം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ദൈവരാജ്യം പ്രഘോഷിക്കാൻ സാധിക്കുന്നവർക്ക് ലഭിക്കുന്ന ഗ്രേഡ് ഈശോയോട് അടുത്ത് നിൽക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഇവർക്കിപ്പോൾ പരിശുദ്ധ അമ്മയോടും ഈശോയോടും അടുത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു ചങ്കുപിളരുന്ന ഒരു വലിയ ദൈവസ്നേഹം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മിൽ നിന്ന് പിരിയാൻ മനസ്സില്ലാത്ത ഒരു ദൈവം, നമ്മെ പിരിയാത്ത ദൈവവും ഞാനും ഒന്നിച്ച് കരയുന്ന ദൈവാനുഭവം എന്നൊക്കെ ഈ മകളുടെ സാക്ഷ്യത്തിനെ നമുക്ക് വിലയിരുത്താം. എൽസമ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ